ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഈ വീഡിയോ നിങ്ങളെടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഫുൾ ഓൺ പവറിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അമ്മയും അതേപോലെ പാപ്പാടിയൊക്കെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാനില്ല, എന്നെ കൂട്ടിയില്ല ഗൈസ്. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എനിക്കെന്തോ അപ്പം എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എത്രയോ 5 കിലോമീറ്റർ എങ്ങാനുള്ളപ്പോൾ ബ്ലോക്ക് കുടുങ്ങിയ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അപ്പം അവിടെ ഇറങ്ങി നടന്നതാണ് കേട്ടോ അമ്മയും പാപ്പാടിയൊക്കെ. ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നതാണ്. അപ്പം നമ്മളിപ്പം അക്കരെ ഇവിടേക്കാണ് പോകുന്നത്. അന്നേരം ഇവിടെയൊക്കെ ചുറ്റിലും ഷോപ്സാണ്. നമ്മുടെ സാധനം വാങ്ങിക്കാനും പൂക്കളുള്ളതും കുറേ അധികം വെറൈറ്റി ഷോപ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടേക്ക് വരണം. അത്രയ്ക്കും അടിപൊളി പ്ലേസാണ് ഗൈസ്. ഇവിടെ നല്ല ഗ്രീനറി ആയിട്ടുള്ള പ്ലേസാണ്. ഇവിടെ വെള്ളമൊക്കെ കണ്ടിട്ട് നല്ല ഭംഗിയാണ് ഇവിടെ കാണാനും. അതുപോലെ എല്ലാം കൊണ്ടും നല്ല ഭംഗിയുണ്ട് ഗൈസ്. അപ്പം എന്താ ഞങ്ങൾ കാണുകയാണിത്. അപ്പം നമ്മുടെ കൂടെ ഋതുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഋതു ഉണ്ടായിരുന്നു തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഋതുവിൻ്റെ അമ്മ ഉണ്ടായിരുന്നു തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ, കറക്റ്റായിട്ട് ഓർമ്മയില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വെള്ളത്തിലെത്തി. അന്നേരം പാപ്പാടി കല്ലൊരച്ചപ്പോൾ പാപ്പാടിക്ക് ചന്ദനമാണ് ഗൈസ് കിട്ടിയത്. മുങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് എടുക്കണം കല്ല് എന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ചന്ദനാണ് പാപ്പാടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അരച്ചിട്ട് ഓരോ കല്ലൊരച്ചാലും ഒന്നെങ്കിൽ ചന്ദനം കിട്ടും, അല്ലെങ്കിൽ ഭസ്മം കിട്ടും. അങ്ങനെയാണ് അമ്മമ്മയ്ക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഭസ്മാണ് കേട്ടോ. ആ വൈറ്റ് കളർ കണ്ടില്ലേ, ഇത് ഭസ്മാണ് ഗൈസ്. അങ്ങനെ ഇതാ അമ്മമ്മ വരയ്ക്കുന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ ഇതായിരുന്നു തോന്നുന്നു കിട്ടിയത്, ചന്ദനം. അങ്ങനെ അമ്മ വെള്ളത്തിലിറങ്ങി മുങ്ങി 2 കല്ല് പെറുക്കിയ രംഗമാണ് ഗൈസ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ അതും അമ്മ കല്ലൊക്കെ പെറുക്കി ഉരയ്ക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ. അമ്മ കല്ല് പെറുക്കാനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്. അങ്ങനെ ഇതാ അമ്മ മുങ്ങി എടുത്തിട്ടുണ്ട്. അത് തലേന്ന് മുക്കിക്കില്ല, പകുതി മുങ്ങി, അത്രയുള്ള വെള്ളമേ ഉള്ളൂ. അങ്ങനെ വെള്ളത്തിലൊക്കെ എടുത്ത് നല്ലോണം ഉരച്ച് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് കിട്ടിയത് ചന്ദനമാണ്. അപ്പോൾ ഏതോ ഒരു അമ്മൂമ്മ വന്ന് ചോദിച്ചു, ചന്ദനം തരുമോ മോളേന്ന്. അങ്ങനെ അമ്മ പറഞ്ഞു ഓക്കെ, ചെരുപ്പിടാണ്ട് നടക്കാൻ പറ്റില്ല, ചെറിയൊരു അങ്ങനെ ഒരെടുത്തു പോയി. ഇതൊക്കെ നമുക്ക് പോകാനുള്ള ചെറിയ വൈക്കലുള്ളതുകൊണ്ട് വീണ് പോകുന്നു പറയാൻ പറ്റില്ല ഗൈസ്. നാണം കേടുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അങ്ങനെ നമുക്ക് പരിക്കും പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന് ഒരു കൈ പിടിച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പുറത്തേക്കൊക്കെ പോകാൻ ഭയങ്കര ഡേഞ്ചറസ് ആയതുകൊണ്ട് ചെരുപ്പ് ഊരിയിട്ടൊക്കെ നടക്കാനും പാടുള്ളൂ അവിടെ. അങ്ങനെ ഇതൊക്കെ നമുക്ക് പോകാനുള്ള വഴിയാണ് ഗൈസ്. ഇവിടെ എന്തൊക്കെയോ ആചാരങ്ങളാണ് ഗൈസ് ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ നല്ല ഭംഗി എന്തോരാൾക്കാരാണ് ഗൈസ് ഇവിടെ വന്നിട്ടുള്ളത്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും വരണം. ഇപ്രാവശ്യം ഞാൻ പോയിക്കില്ല, അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ ചെറുതാകുമ്പായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു. അത് ഇത്ര ആൾക്കാരില്ല കേട്ടോ. ഇത് ഒരു മാസത്തിൽ മാത്രമേ ഇത് ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരുള്ളത്. അപ്പോൾ അവിടെ എന്തോ ഇത് നടക്കുന്നുണ്ടായിരുന്നു. ആനയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ആനയിൽ എന്തൊക്കെയോ ആക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പൂജ മഴയാണെന്ന് തോന്നുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അവിടെ അതിൽ കണ്ടതിൽ വെച്ച് അങ്ങനെയാണ്. പിന്നെ നമ്മൾ കളരിക്ക് കളിക്കുന്ന സാധനമില്ലേ, അതേപോലെ ഉണ്ട് ഗൈസ്. മറ്റേ ഒരു പിടിച്ചിട്ട് വരുന്ന സാധനം കാണാനായിട്ട്. അന്നേരം ഞങ്ങളെല്ലാം അമ്മയൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. ഓക്കെ, അടിപൊളിയായിരുന്നു കേട്ടോ കാണാനൊക്കെ. നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു, ഒരു പ്രത്യേക ഭംഗി. എന്താണെന്നറിയില്ല കേട്ടോ. നല്ല 2 ആന ഉണ്ടായിരുന്നു വലുത്. പക്ഷെ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഗൈസ്. ഇപ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ, അതൊക്കെ നല്ല പേടിയുണ്ട്. അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട്, അത്രയേ ഉള്ളൂ ഗൈസ്. അത് നമ്മൾ വലിയ സീരിയസ് ആക്കണ്ട. യെസ് അല്ലേ, സീരിയസ് ആക്കണ്ട. അങ്ങനെ ഇതാ നല്ല ഇതിൽ പോകുന്ന ആനയാണ്. വെള്ളത്തിൽ കൂടെയാണ് കേട്ടോ ഈ എലിഫൻ്റ് നടക്കുന്നത്, അതായത് ഈ ആന നടക്കുന്നത്.
പിന്നെ എങ്ങോട്ടൊക്കെയൊക്കെയോ പോകുന്നുണ്ടായിരുന്നു. എന്താ പേരെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇത് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലതായിരുന്നു. എനിക്ക് ഈ സമയത്ത് കുറച്ച് ചെറിയൊരു പനിയും അതേപോലെ കഫ് കട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ടൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ ഫുൾ ഓൺ പവറിലാണ് ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ഇതാ ആനേൻ്റെ മേത്തേക്കൊക്കെ വെള്ളം ഒഴിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ലേ? യെസ് ഗൈസ്, ഇങ്ങനെയാണ് ഇവിടുത്തെ ആചാരം. പിന്നെ ആന എന്നെ കുളിക്കുന്നുണ്ട് ഗൈസ്. മറ്റേ അതിൻ്റെ മൂക്കിൽ കൂടി ഞാൻ വെള്ളം എടുത്തിട്ട് നല്ല രസമുണ്ട് ഗൈസ്. തെറിപ്പിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാനിങ്ങനെയാണ് കാണുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ടില്ല. അങ്ങനെ കുറേ വെള്ളമെടുത്ത് മൂക്കി കയറ്റിയിട്ട് ഇങ്ങനെ മനയുടെ പുറത്ത് ഇങ്ങനെ വയ്ക്കുന്നതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ പോയിക്കുള്ളൂ. അത് പോയിട്ടുണ്ട്. എല്ലാവരും പോകണം എന്നാണ് ഞാൻ പറയുന്നതിൽ വെച്ചുള്ള അർത്ഥം ഗൈസ്. നല്ലൊരു വേവി പ്ലേസ് ആയിരുന്നു. അടിപൊളിയാണ്. നാച്ചുറാലിറ്റിയാണ് ഗൈസ് ഫുൾ ഓഫ്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഇതാ അങ്ങനെ നടന്ന് പോകുകയാണ്. ഇവിടെ കുറേ പേരുണ്ട് ഗൈസ്. ആരൊക്കെയാണെന്നൊന്നും ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കും കുറേ പേരുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇനിയിപ്പം അവിടെയൊക്കെ ഇതാക്കി തൊഴുത് ഇനി തിരിച്ച് വരികയാണ് ഗൈസ്. അങ്ങനെ ഇതാ അമ്മമ്മയും പാപ്പാടിയും എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മൾ ഇക്കര ഇതല്ലേ കൂടെയാണ് തിരിച്ച് വരുന്നത്. നമ്മൾ പോകുമ്പോൾ അക്കരെ കൂടി ഇല്ലായിരുന്നു ഗൈസ് പോയത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.